എല്ലാവരും ഈ വർഷം ഇതേപോലെ ഹാപ്പി എനർജറ്റിക് ആയിട്ടിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ വിഷ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ന്യൂ ഇയർ വീഡിയോ ആണ് കേട്ടോ. അത് ന്യൂ ഇയർ ഞങ്ങളെ സെലിബ്രേഷൻസ് അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും 2024 എങ്ങനെ ഉണ്ടായിരുന്നു? 2024 സത്യം പറഞ്ഞാൽ കടന്നു പോയത് അറിഞ്ഞില്ല. ഞങ്ങളെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറും ഫംഗ്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു ന്യൂ ഇയർ ആയ ഒരു ഫീൽ തന്നെ ഉണ്ടായത്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എന്താ പറയുക ഓരോ ഒരുക്കങ്ങളാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ 31-ാം തീയതിയാണ് കേട്ടോ ഇത്. രാത്രി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും കൂടി തറവാട്ടിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടറായിട്ട് സമൂസ, പിന്നെ നഗറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ആൾക്കാരും വന്ന് പടക്കമൊക്കെ വരികയാണ് കേട്ടോ. പടക്കം, പൂത്തിരി അങ്ങനെയൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കുറേ വീഡിയോസ്, ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്തു. പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഒരു പടക്കം വെച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വെൽക്കം ഡ്രിങ്ക് അങ്ങനെയൊക്കെ കുടിച്ച് സ്റ്റാർട്ടറൊക്കെ കഴിച്ച് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അറിയില്ലോ ടീം മോളിൽ തന്നെയാണ്. ഇതൊരു ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. പിന്നെ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്, അത് കാണാൻ മറക്കല്ലേ കേട്ടോ. അപ്പം എൻ്റെ ചേട്ടൻ്റെ വക പാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇതെൻ്റെ അനിയത്തി കുട്ടിയാണ് കേട്ടോ. അനിയത്തിയല്ല, അവളുടെ മാമിയാണ് ഞാൻ. അപ്പോൾ അവൾ കണ്ടോ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കും. പിന്നെ കുട്ടികളുടെയൊക്കെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടൊന്നും ഞാൻ ഇടാത്ത ചിലപ്പോൾ കോപ്പിറൈറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരെയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സെലിബ്രേഷൻ തന്നെ ആയിരുന്നു. അടിച്ച് പൊളിച്ചു ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഉണ്ണിയൊക്കെ ഭയങ്കര എൻജോയ് ആയിരുന്നു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പാട്ടും ഡാൻസൊക്കെ ഒരു DJ നൈറ്റ് തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പ്രോഗ്രാം ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഫുഡ് കഴിച്ചു. അതിന് ശേഷമാണ് ഗെയിംസൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, പിന്നെ ബീഫ്, പോർക്ക്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ വെറും റൈസും സാലഡ്, ചിക്കൻ അതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഐസ്ക്രീമൊക്കെ കഴിച്ചു. എല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഓരോ ഫാമിലി ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരിക അങ്ങനെ ഇരുന്നു കേട്ടോ. എല്ലാ വീട്ടിൽ നിന്നും ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും കഴിച്ച് ഇനി എൻ്റെ ഡാൻസ് അതിന് മുമ്പേ കഴിഞ്ഞു. പക്ഷെ കുറച്ച് ക്ലിപ്പൊക്കെ മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇനി അടുത്തത് എൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ. അങ്ങനെ ഉണ്ണി വാരിക്കോരി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ജലദോഷം പിടിച്ച് കിടക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. Por
പിന്നെ ഞങ്ങൾ വാശിയേറെ ഗെയിംസ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഒരു ഗെയിം ഉണ്ടായിരുന്നത്. ഒരു ജംസ് ഇങ്ങനെ എടുത്തിട്ട് വേറെ ബൗളിക്ക് ഇടുക. അതിങ്ങനെ 2 റൗണ്ടായിട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ജയിച്ചു കേട്ടോ. പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ എൻ്റെ അനിയനും ജയിച്ച്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. ആരുമില്ല മക്കളെ, പിന്നെ അങ്ങനെ അതാ 12 മണി ആവാറായിട്ടോ. ഇപ്പോഴും പാട്ട് വെച്ച് വെറുതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും നല്ല എനർജറ്റിക് ആണ് കേട്ടോ. നല്ല രസമല്ലേ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാവുമ്പോഴാണ് നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുള്ളൂ ന്യൂ ഇയർ ആയി എന്നൊക്കെ. അല്ലെങ്കിൽ ഒരു ഫീലും ഉണ്ടാവില്ലേ. ഉണ്ണിയൊക്കെ ഇതാ ഒരു ഉറക്കം ഇല്ലാണ്ട് ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നു ജയിച്ചവർക്ക്. അപ്പോൾ അത് എൻ്റെ അനിയന്, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു കോമ്പറ്റീഷൻ. അങ്ങനെ എൻ്റെ അനിയന് ഞാൻ വിട്ട് കൊടുത്ത് എന്ന് പറയണില്ല, അവൻ ജയിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ണിക്കും കിട്ടി ഒരു ഗിഫ്റ്റ്, കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടി, എല്ലാവർക്കും അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. അവൻ നേരെ അത് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് അവൻ്റെ ഉണ്ടിക ഓൾമോസ്റ്റ് ഫില്ലായി. എല്ലായിടത്തും ഞാൻ അവിടെ നിന്ന് തന്നെ സംഭാവന ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ എല്ലായിടത്തും പോയിട്ട് ചോദിച്ചു വെച്ച് എല്ലാവരും ഉണ്ടികയിൽ ഇട്ട് കൊടുത്തു പൈസയൊക്കെ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവന് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ. ഇനി ഞങ്ങളുടെ അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു പുതിയ ബേബിയും കൂടി വരും, ഞങ്ങളുടെ ഫാമിലിക്ക് പുതിയ മെമ്പറും കൂടി വരും. അങ്ങനെ മഞ്ചും ഒക്കെ കിട്ടിയിട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. പൈസ സംഭാവന ചെയ്യാൻ പറയും ചാച്ചന്റെ അടുത്ത്. ചാച്ച പൈസ 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 സംഭാവന പൈസ ഉണ്ടികയില് പൈസ ഇടാൻ കൊടുക്കും. നിവേദിക ബാഗിലേക്ക് മറയോട് നോക്കണം. നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ പരിപാടി നല്ല പാട്ടുപാടി എന്തായാലും ഷാമ്പൂണിന് കിട്ടിയ ന്യൂ ഇയർ ഗിഫ്റ്റ് സൂപ്പറാണ് കേട്ടോ. അവ എന്തായാലും അവിടെ വെച്ചിട്ട് തന്നെ അത് ഫുള്ളാക്കി. എല്ലാവരും പൈസ ഇട്ട് കൊടുക്കായിരുന്നു. കുറേ പേര് ആക്ടിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ നിന്നും പോയിട്ട് പൈസ മേടിച്ചു. ഇതാ എല്ലാവരും ഓരോരോ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവനത് ഗിഫ്റ്റൊക്കെ കിട്ടി. അവരെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട് ഇതിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ, സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. കാരണം ഇപ്പം എല്ലാവരുടെ കയ്യിലും സ്കാനിങ് ഒക്കെ ആണല്ലോ, പൈസ ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഇതൊക്കെ ആക്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ചിലർ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്കാനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇനി അതിൽ സെറ്റപ്പ് ആക്കണം. അപ്പോൾ കുറേ പേര് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യുമല്ലോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് പൈസ ഒക്കെ മേടിച്ച് ന്യൂ ഇയർ ആയിട്ട് പറ്റിക്കല്ലേ. ഇനി സുജി മാമ പൈസ 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 പൈസ
അങ്ങനെ എനിക്കും ഒരു വലിയ ഗിഫ്റ്റ് കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളെല്ലാം അതും ഇപ്രാവശ്യം ഭയങ്കര ഓർഗനൈസ് ആയിട്ടായിരുന്നു കേട്ടോ. എല്ലാ ഗെയിംസും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തതൊക്കെ ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പാട്ടൊന്നും കൂടി ഉണ്ട് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ 12 മണി ആവാറായി. അപ്പോഴേക്ക് ഞങ്ങൾ കഴിഞ്ഞു കുറച്ച് 12 മണി 12:01 ആയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് വേഗം പോയി പടക്കം പൊട്ടിച്ചു. അതിനുശേഷം ഇനി കേക്ക് കട്ടിങ് കൂടി ഉണ്ട് കേട്ടോ. എവിടെ? ആഹാ, ഓക്കെ. അത് കച്ചി ഒന്നും വെക്കാം. മാറ്റൂ, തീരെ മാറ്റൂ. അവളവിടെ വീഡിയോ എടുക്കും. കഴിഞ്ഞോ? ഹാപ്പി ന്യൂ ഇയർ. റെഡി 1 2 എല്ലാരും ഒപ്പം പറയും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ പറ. സൈലൻസും സ്മൈലും ഒക്കെയാണ് ദ ബെസ്റ്റ് വെപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, കോട്ടൊക്കെ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ സൈലൻസാണ്, പിന്നെ സ്മൈൽ. എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക, അതാണ് നമ്മളുടെ ബെസ്റ്റ് വെപ്പൺ എന്നാണ് പറയണത്. നമുക്ക് എത്ര സങ്കടം ഉണ്ടെന്നും ആരിനെ അറിയിക്കരുത്, നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു കേക്കൊക്കെ മേടിച്ച് പിന്നെന്താ അതിൽ കുന്നത്ത് ഫാമിലി വെൽക്കംസ് 2025 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫാമിലി 2025 വെൽക്കം ചെയ്യണം, കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഒരു കൊട്ടിക്കലാശം പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ഓണത്തിനാണ് അടുത്ത ഗെറ്റ് ടുഗദർ. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നും ഞങ്ങൾക്ക് ഓരോന്നൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.
ഞാൻ വെയിറ്റൊന്നും കൊടുത്തില്ല. വെള്ളക്കളിയല്ലേ? ഒരു മണി ഇത് ഞങ്ങൾ കടന്നുറങ്ങട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഇനി നന്നായി